ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് ഹുണ്ടായി i10 ആണ്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ ടൈമിംഗ് മാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഓയിൽ ലീക്കായിട്ട് വന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടൈമിങ്ങിൻ്റെ സൈഡൊക്കെ അഴിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ക്രാങ്ക് ഓയിൽ സീൽ ലീക്ക് ആയതുകൊണ്ട് ക്രാങ്ക് ഓയിൽ സീൽ ഡാമേജ് ആയതുകൊണ്ടാണ് ലീക്ക് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ ടൈമിംഗ് മാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ക്യാമിൻ്റെ മാർക്ക് നമുക്ക് നോക്കാം. ക്യാമിൻ്റെ മാർക്ക് നോക്കാനായിട്ട് ഈ കീ സ്ലോട്ട് മുകളിലോട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ പുള്ളിയുടെ സൈഡിലായിട്ട് ഇവിടെ ഒരു വെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഒരു വെട്ട്, ഇതിൻ്റെ ഇടയ്ക്കായിട്ടൊരു വെട്ടുണ്ട്. ഈ ടീത്തിൻ്റെ ഇടയ്ക്കായിട്ടൊരു വെട്ടുണ്ട്. ഈ വെട്ടും ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന, അതായത് ഈ ഹെഡിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമായിട്ട് മാച്ചിങ് ആയിരിക്കണം വരേണ്ടത്. അതായത് ഈ വെട്ടും ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമായിട്ട് മാച്ചിങ് ആയിരിക്കണം വരേണ്ടത്. ഇപ്പോൾ നമ്മളിത് കറക്റ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ മാച്ചിങ് അല്ലാതെ നമ്മുടെ ക്യാമറയിൽ എൻജിൻ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇതിന് സ്ട്രെയിറ്റ് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് വരും. ഇവിടെ നമുക്ക് ക്യാമറ വെച്ചിട്ട് കറക്റ്റായിട്ട് നോക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. നമുക്കിപ്പോൾ ക്യാമറ അകത്തോട്ട് കയറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്ക് മാച്ചിങ് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ മാർക്കും ഈ കാണുന്ന മാർക്കും ഇതുമായിട്ട് കറക്റ്റ് മാച്ചിങ്ങിലാണ് നിൽക്കുന്നത്. അതായത് ഇവിടെ ഒരു വെട്ട് വരുന്നുണ്ട്. ഈ കാണുന്ന മാർക്കും ഈ കാണുന്ന പ്രൊജക്റ്റ് നിൽക്കുന്ന ഭാഗമായിട്ട് മാച്ചിങ്ങിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്രാങ്കിൻ്റെ മാർക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ക്രാങ്കിൻ്റെ മാർക്ക് നോക്കാം. അപ്പോൾ ഈ വരുന്ന ഒരു കീയുടെ ഭാഗം നേരെ മുകളിലോട്ടായിരിക്കണം നിൽക്കേണ്ടത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത്, അതിൻ്റെ ടീത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെ ഒരു കുത്തുമാർക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന മാർക്ക്, ഈ മാർക്കും ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന, അതായത് ഈ ടീത്തിൽ കാണുന്ന മാർക്കും ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമായിട്ട് മാച്ചിങ് ആയിരിക്കണം വരേണ്ടത്. ഈ ഭാഗമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. ഇപ്പോൾ ആ ഒരു ആംഗിളിലാണിപ്പോൾ നിൽക്കുന്നത്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പുള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഹാഫ് റൗണ്ട് വെട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗവും അതുമായിട്ടും കറക്റ്റ് മാച്ചിങ്ങിൽ വന്ന് നിൽക്കണം. മീൻസ് ആ കുത്തും അതിന് നേരെ തന്നെയാണ് ആ കുത്ത് വന്ന് നിൽക്കുന്നത്. അതായത് ഈ കാണുന്ന ഭാഗം, ഈ കാണുന്ന മാർക്കുമായിട്ട് കറക്റ്റ് വന്ന് നിൽക്കുമ്പോൾ ഈ കുത്തും കറക്റ്റായിട്ട് തന്നെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രാങ്കിൻ്റെ മാർക്കിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രാങ്ക് ഓയിൽ സീൽ ലീക്ക് ആയതുകൊണ്ട് ഇതുവഴി ഓയിൽ നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ക്രാങ്ക് ഓയിൽ സീലൊക്കെ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻജിൻ്റെ മാർക്കാണ്, ക്രാങ്കിൻ്റെയും ക്യാമിൻ്റെയും മാർക്കാണ് i10 നമ്മളിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഹുണ്ടായി i10 എൻജിൻ ടൈം മാർക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.